കുണ്ടാങ്കട പാലം ഈ പഞ്ചായത്തിലുള്ള എനിക്ക് ഗ്രീഷ്മേ നീ എനിക്കുള്ളതാണ്. ഐ ലവ് യു ഐ ലവ് യു. അയ്യോ കള്ളൻ കള്ളൻ കള്ളനല്ല കള്ളൻ കള്ളനല്ല പിന്നെ മോട്ടിക്കാരെങ്കിൽ പൂവും കൊണ്ടുവരും. ഇന്ന് മറ്റേ ദിവസമാണ് മറ്റേ വേലപ്പന്റെ കള്ളം വേലപ്പന്റെ ആരാ നീ? മറ്റേ പ്രേമം തുറന്നു പറയുന്ന ദിവസമാണ് ഇന്ന്. വാലന്റൈൻസ് ഡേ. ആ തേങ്ങ തന്നെ. ഇവിടെ എന്തിനാ വന്നത്? ഈ വീട്ടിലെ മറ്റേ ഇളയ കൊച്ചില്ല മെലിഞ്ഞ ഗ്രീഷ്മ അവിടെ ഞാനോട് കട്ടല്ലേ എന്റെ മോളെ പ്രേമിക്കണം. വന്നപ്പോ വീട്ടിലതുവരെ അറിയാനൊക്കെ പകലേ അത് എന്റെ വീട്ടില് എന്റെ മോളോട് പ്രേമം പോലും. അല്ലേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്. എന്താണ് വാലന്റൈൻസ് ഡേ? വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ സായിപ്പ് ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ആർക്കെങ്കിലും ആരടുത്തെങ്കിലും പ്രേമം തോന്നുകയാണെങ്കിൽ ഇന്നേ ദിവസം പറയാം, ഒരു പ്രശ്നവുമില്ല. ആ പെണ്ണ് പ്രേമിക്കുകയും വേണം, അതാണ് നിയമം. ഇതൊക്കെ എന്തോന്നടേ ഇത്? നമ്മുടെ നല്ല പ്രായത്തില് ഓണം, ക്രിസ്മസ്, വിഷു, പെരുന്നാള് ഇത്രേ ഉള്ളായിരുന്നു. ഇപ്പൊ വേറെ ഉണ്ട് എന്തോന്ന്? മദേഴ്സ് ഡേ. അതായത് അമ്മയുടെ അടുത്ത് സ്നേഹം തോന്നുകയാണെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പിന്നെ മറ്റേ സ്റ്റിക്കർ കൊട്ടേക്ക് അമ്മ എന്റെ മറ്റേ ജീവനാണ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടുന്നത്. അപ്പൊ അടുത്ത ദിവസം പിന്നെ അമ്മ ഇല്ലേ? അത് എന്റെ ചോദിച്ചാൽ എനിക്കറിയാം. അത് കഴിഞ്ഞ് ഫാദേഴ്സ് ഡേ ഉണ്ട്, ടീച്ചേഴ്സ് ഡേ ഉണ്ട്, അതുപോലെ ഒരു ഡേ ആണ് വാലന്റൈൻസ് ഡേ. ഇത് നമ്മളെ പിള്ളേരെ വഷളാക്കാൻ വേണ്ടി സായിപ്പന്മാർ കണ്ടുപിടിച്ച സാധനം. നാടിന്റെ പോക്ക് ഭയങ്കര അപകടം. അയ്യോ പിന്നെ അണ്ണൻ ഒന്ന് സൂക്ഷിക്കണം, നല്ലതാണ്. എന്തിന്? അണ്ണന് 2 പെമ്മക്കളാണല്ലോ. അതുകൊണ്ട് അമ്മയില്ലാതെ വളർന്ന പിള്ളേര്, അതുകൊണ്ട് അവര് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അപ്പൊ അണ്ണൻ കടയിലൊക്കെ പോണ സമയത്ത് ഇതുപോലെ പ്രേമം എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാ ചന്ദ്ര ഒന്ന് ചുമ്മാരി. എന്റെ മക്കൾ അങ്ങനെയൊന്നും പോവില്ല. അവരെ ഞാൻ അങ്ങനെ അല്ല വളർത്തിയേക്കണേ. ഇതേ ഡയലോഗ് തന്നെ അപ്പുറത്തെ ഭാസ്കർ അണ്ണൻ പറഞ്ഞത്. പിന്നെ എന്തരായി? അണ്ണൻ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ആ കൊച്ചി ഇറങ്ങി പോയില്ലേ ആരെ കൂടെ? അതുപോലെ അണ്ണനെ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയണത്. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവോ? ഞാനാണിത് ആദ്യം എടുത്തത്. ഞാനത് തേച്ച് വെച്ചത് എനിക്ക് വേണം. ശരി, ഇത് ആരെങ്കിലും ഒരാളിട്, ഒരാൾ വേറെ ഇട്. നിങ്ങൾക്ക് ഇടാ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. പറ്റത്തില്ല. ഇന്ന് വാലന്റൈൻസ് ഡേ ഞാൻ റെഡ് ഇടാന്ന് ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞതാ. ഞാനും പറഞ്ഞത് എനിക്ക് തന്നെ വേണം. ഒരു കാര്യം ചെയ്യ്, ഒരു പകുതി നീ ഇട്, ഒരു പകുതി ഇവളിട്. പറയുന്നേ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം, നിങ്ങൾ ചോസ് ഇട അല്ലെങ്കിൽ നറുക്കിട്. എന്നിട്ട് ആരെങ്കിലും ഇട്ടോണ്ട് പോടേ. ഇന്ന് കയറി പോ. എങ്ങനെയുണ്ട് അണ്ണ? ഇപ്പൊ എന്തിനാണ് പറഞ്ഞ മക്കൾ ഇങ്ങനെയൊന്നും പോകില്ല. പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം വാലന്റൈൻസ് ഡേക്ക് കോളേജിൽ പോയി ഷൈൻ ചെയ്യാം. കാരണം കാലം മാറിയ കാലമാണ്. പിള്ളേർ വഴിതെറ്റി പോയാൽ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഐഡിയ പറയാം. ഇന്നത്തെ ദിവസം പിള്ളേരെ കോളേജിൽ വിടണ്ട, അതാണ് നല്ലത്. കാര്യം ഞാൻ പറഞ്ഞില്ലാണ്, ഇന്നത്തെ ദിവസം ഏതെങ്കിലും ചെറുക്കാൻ വന്ന ഐ ലവ് എന്ന് പറഞ്ഞ് ഇവര് സമ്മതിച്ചേ പറ്റൂ, അതാണ് നിയമം. അങ്ങനെയാണെങ്കിൽ ഇന്ന് വിടണ്ടല്ലേ? അതാണ് നല്ലത്. അണ്ണ കട അടച്ചിട്ട് വീട്ടിൽ ഇന്ന് കടയിൽ ഒരുപാട് കച്ചവടമുള്ള ദിവസമാണ്. പിന്നെ ഭയങ്കര കട തന്നെ. 4 കൂട് ബിസ്ക്കറ്റ് 3 വിക്സ് മുട്ടായും വെച്ചിട്ട് അവന്റെ കച്ചവടം. നിങ്ങൾക്ക് 10 രൂപയുടെ കച്ചവടമാണോ വലുത്, പിള്ളേരാണോ വലുത്? എനിക്ക് പിള്ളേരാണ് വലുത്. അപ്പൊ അണ്ണൻ വീട്ടിൽ ഇരിക്കണം. നീ ഒരു കാര്യം, നീ ഇന്ന് വിടുന്നില്ല. എനിക്ക് പിന്നെ മടിക്കണ്ടേ? അണ്ണ ഞാൻ ഒരു ഐഡിയ പറയാം. അണ്ണൻ ഇപ്പൊ കട തുറക്കണം, പിള്ളേർ വീട്ടിൽ ഇരിക്കണം. ഒരു കാര്യം ചെയ്യും, നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്തല്ല, ഇങ്ങനെ ചെറുക്കന്മാരൊന്ന് ശല്യം. പരാതിയൊക്കെ കൊടുത്താൽ അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ? അത് വേണ്ട. SI എന്റെ കടയിൽ വന്നാണ് സാധനം മേടിക്കാറുള്ളത്. അപ്പൊ ഞാൻ സാറിനെ വിളിച്ചിട്ട് പറയാം, ഇന്നത്തേക്ക് ഒരു ദിവസം ഒന്ന് പോലീസ് പ്രൊട്ടക്ഷൻ തരാം എന്റെ മക്കൾക്ക്. നല്ല കാര്യം, നല്ലതല്ലേ? അതാണ് നിയമത്തിന്റെ വഴിക്ക് പോവാൻ, അതാണ് നല്ലത്. സാറേ നമസ്കാരം. പോലീസ് സ്റ്റേഷന്റെ അടുത്ത് കടയിട്ടേക്കുന്ന ശങ്കരൻ. സാറേ ഒരു ചെറിയ പ്രശ്നം. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു പ്രേമം അല്ല പ്രേമം പറയരുത്, സീരിയസ് ആയിട്ടുള്ള കാര്യം പറ. അല്ല, പ്രേമൻ എന്ന് പറയുന്ന ഒരുത്ത എൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പം അവനും ഞങ്ങളുമായിട്ട് ചെറിയ അതിർത്തി തർക്കം. അപ്പം അതിൻ്റെ അവ എപ്പോഴും ഒന്ന് നാക്ക് നീട്ടി കാണിക്കും. കുത്തിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ പിള്ളേർക്ക് ഭയങ്കര പേടി. എൻ്റെ മക്കൾ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പേടിയാണ് അവർക്ക്. അപ്പോൾ എനിക്കൊന്ന് ഇന്നത്തേക്കൊന്ന് ഒരു പോലീസിൻ്റെ സഹായം. നാളെ അവൻ ഗൾഫിൽ പോകും. ആരും വരാതെ ഈ വീട്ടിൽ നോക്കിയാൽ ആരും വരാതെ ഒന്ന് ഈ വീട്ടിലൊന്ന് സാറേ ഒന്ന് ഒരാളിനെ വിടുമോ? വിട്ടാ മതി സാറേ. വിടാന്ന്. അയ്യോ ഇന്ന് കോളേജില്ല, ഇന്ന് അവധി. പെട്ടെന്ന് അവധി പ്രഖ്യാപിച്ചു. ഇന്ന് പിന്നെ സൂര്യാഘാതം. ഇന്ന് വെയിൽ കൊണ്ടുവിടാം. അയ്യോ അച്ഛാ, കൊട പിടിച്ചാ മതി. കൊട തുറന്ന് പറഞ്ഞ വെയിലാണ്. നിങ്ങളെ ഗ്ലാമറൊക്കെ പോകും മക്കളെ. ഇന്ന് പോണ്ട കോളേജിൽ. ഇന്ന് കോളേജിൽ പോണ്ട. എന്റെ അണ്ണ നീ കിടന്ന് ഇങ്ങനെ വളവള സംസാരിച്ച പിള്ളേരെ ചുമ്മാ കള്ളം പറഞ്ഞ് പറ്റിക്കരുന്ന് പോണ്ട. ഞാൻ തുറന്നു പറയാം. അല്ല പറയണ്ട, ഞാൻ പറയാം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്ന് കോളേജിൽ പോകേണ്ടത് പറഞ്ഞതെന്നറിയാം? ഇവിടെ ഒരു സീരിയൽ കില്ലർ ഇറങ്ങിയിട്ടുണ്ട്. ഈ സീരിയലിലൊക്കെ കൊല്ലാൻ നടക്കണ പോലത്തെ ഒരാള്.
അത് സീരിയൽ കില്ലെന്ന് പറഞ്ഞാൽ അറിയില്ല, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൊല്ലുക. ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സുന്ദരികളായ പെമ്പിളരെ എവിടെ കണ്ടോ അപ്പോഴവൻ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ കുത്തി കൊല്ലും. അതുകൊണ്ട് നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. മര്യാദയ്ക്ക് വീട്ടിനകത്ത് കയറും. എന്നാ അച്ഛന് ഞങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. ഇല്ല അച്ഛന്റെ കടയിൽ പോകണം. നിങ്ങൾ പോയിരുന്നോ? അച്ഛൻ പോയാൽ ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അത് പേടിക്കണ്ട, അച്ഛനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ നോക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൺസ്റ്റബിൾ വരും ഇവിടെ. നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ ഇരുന്നോ, ആരും നിങ്ങളൊന്നും ചെയ്യൂല. അത് ഓക്കെ ആയി. അല്ല പോലീസുകാർ പറഞ്ഞു സാർ വെക്കും, കുഴപ്പമില്ല. ഒരു സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അതെ, പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞത് ഇവിടുന്നല്ലേ? അതെ, അതെ, അതെ. ആരായിരുന്നു വിളിച്ചത്? ഞാനല്ല, അണ്ണൻ. ശങ്കർ നെടുമങ്ങാട് സ്കൂളിൽ പഠിച്ച എന്നെ മനസ്സിലായില്ലേ? എവിടെയോ കണ്ട ഒരു മുഖവരിയും എനിക്ക് ഉണ്ട്. ഞാൻ അതെങ്ങനെ ആലോചിക്കണേ. ഞാനും ആ സ്കൂളിൽ തന്നെ പഠിച്ചത്. 90-ലെ കലാതിലകം രാധിക PS. രാധിക ചേട്ടൻ അന്ന് കലാപ്രതിഭ ആ വർഷം തന്നെയായിരുന്നു ഞാനും കലാതിലകം. ഓർമ്മയില്ലേ എന്നെ? ശങ്കരണ്ണൻ കലാപ്രതിഭ അറിയില്ലേ? ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലേ? എന്റെ അമ്മ സ്കൂളിൽ പഠിക്കുമ്പോ എന്തൊരു താരമായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ. ആ പാട്ട്, ഡാൻസ്, മിമിക്രി, പിന്നെ പ്രസംഗം എല്ലാത്തിലും ഫസ്റ്റ് ആയിരുന്നു. നീ വലിയ കലാകാരൻ, മിമിക്രി ഒക്കെ ചെയ്യൂ? ചന്ദ്ര, അതൊക്കെ ഒരു പഴയ കാലം. അയ്യോ, നീ ഇതൊക്കെ വച്ചിട്ട് ഞാൻ പിന്നെ എന്റെ പിള്ളേരെ വളർത്താൻ വേണ്ടി കലയൊക്കെ ഒതുക്കി വെച്ചതല്ലേ. ഇപ്പൊ ഇതൊന്നും ഇല്ലേ? മിമിക്രി ഒക്കെ വിട്ടാ? ഇല്ല രാധിക സാറേ, ഞാൻ എല്ലാം മാറ്റി വെച്ച്. എന്താ വിളിച്ചത്? രാധിക സാറേ. അയ്യേ, അങ്ങനെയൊന്നും വിളിക്കണ്ട. എന്നെ പണ്ടത്തെ പോലെ വേണ്ട. എന്നെ പഴയ അന്ന് വിളിക്കുന്ന പോലെ രാധിക എന്ന് വിളിച്ചാ മതി. ഞങ്ങള് ഭയങ്കര കൂട്ടായിരുന്നു. ഒരു നിമിഷം. പോയിട്ടോ. ഇവരെ കേസ് അണ്ണ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഇല്ല, നിങ്ങൾ രാധിക എന്ന് പറഞ്ഞ ഒരു പെണ്ണ് കൂടെ പഠിച്ചിരുന്ന കാര്യം അണ്ണ എന്റെ പറഞ്ഞിട്ടുണ്ട്. ഡാൻസ് ഒക്കെ കളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിന്റെ അടുത്ത് ഭയങ്കര പ്രേമമായിരുന്നു. അണ്ണൻ പറഞ്ഞില്ല, കാണുമ്പോ പേടിക്കും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മൾ അവിടുത്തെ ഷാപ്പിൽ ഇരുന്ന് കള്ളുടിക്കുന്ന സമയത്ത് ഒരു ദിവസം അണ്ണിരുന്ന് പൊട്ടിക്കരഞ്ഞ് എനിക്കിപ്പോ ഭാര്യയില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, അന്ന് പ്രേമിച്ചിരുന്ന രാധികയോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അവളെ കെട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. ഇല്ല അമ്മയെ കൊണ്ടാണ് ഏട്. അമ്മയാണ് സത്യം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെ കേസല്ലേ പറഞ്ഞത്? അല്ല, ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അന്ന് പറഞ്ഞില്ലല്ലേ പ്രേമം? ഇനിയിപ്പം എന്തിട്ട് ദുഃഖിക്കും? നല്ല പെണ്ണ്, നിങ്ങൾക്കാണ് നല്ല ചേർച്ചയായിരുന്നു. നിങ്ങളെ പൊന്നു പോലെ നോക്കി. ഇനിയൊന്നും പറയല്ലേ. അവള് കല്യാണം കഴിഞ്ഞ് അവള് കുടും പോയി, ഞാൻ കുടും പോയി. ഇനിയിപ്പൊ അതൊന്നും പറയണ്ട. പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല. അല്ല പിന്നെ മേഡം, ഞാൻ ആട്ടോയൊക്കെ ഓടുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഭർത്താവ് വിളിക്കാൻ പറ്റുമോ അതോ ഞാൻ കൊണ്ടാക്കണോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതല്ല, ഒരു ഓട്ടം കിട്ടുമല്ലോ എന്നുള്ള. അതെ, ശങ്കരേട്ടൻ എന്റെ വീടിന്റെ അവസ്ഥയൊന്നും അറിയത്തില്ലായിരുന്നാ. കുറച്ച് പ്രാരാബ്ദമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ പിന്നെ അതൊക്കെ തീർത്തിട്ട് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് പ്രായമൊക്കെ കഴിഞ്ഞ് മൂടുമൊക്കെ പോയി. അങ്ങനെയൊന്നുമില്ല, മേഡത്തിന് ഇപ്പോഴും നല്ല സുന്ദരിയല്ലേ? കെട്ടാം, പക്ഷെ ഇനിയിപ്പോ താല്പര്യമൊന്നുമില്ല. അതൊക്കെ വേണം, മേഡത്തിന് ആരോ വിധിച്ചിട്ടുണ്ട് അല്ലേ ശങ്കരണ്ണ? ഇതെന്ത് രഹസ്യം പറയണത്? നമ്മുടെ ബിസിനസ് ആട്ടയുടെ ഇതില് പിടിച്ചു കയറിക്കോണു. ഇത് ഒരു നിമിത്തമാണ്. അതായത് അവർ ഒറ്റത്തടി, വേറെ പ്രാരാബ്ദമല്ല, അണ്ണനും പ്രാരാബ്ദമല്ല. ഇന്നത്തെ ദിവസം വാലന്റൈൻസ് ഡേ. ധൈര്യമായിട്ട് അണ്ണന്റെ മനസ്സിൽ ഉള്ളത് തുറന്നു പറ. എന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം തുറന്നു പറ. അഥവാ ചീറ്റി പോവുകയാണെങ്കിൽ അതൊക്കെ വാലന്റൈൻസ് ഡേയുടെ തലയിൽ വെച്ച് കൊടുക്കാം. ഇന്ന് കൊള്ളാല്ലേ? അണ്ണൻ പറ, ധൈര്യമായിട്ട് പറയട്ടെ. ഞാൻ ഉണ്ട് കൂടെ. എന്തേ? അല്ല രാധികേ, ഈ ഇന്നത്തെ ദിവസത്തിന് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ശങ്കരന്റെ ബർത്ത്ഡേ ആണോ? ഏയ് അതല്ല, ഇന്ന് മറ്റേ ഉള്ളിലുള്ള പ്രണയമൊക്കെ തുറന്നു പറയണ ഒരു ദിവസം ഉണ്ടല്ലോ ഇന്ന്. അതെ, വാലന്റൈൻസ് ഡേ. അയ്യോ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്റെ പൊന്നോ, ആ കോളേജിന്റെ വാതിക്കലൊക്കെ പെണ്ണുങ്ങളും ആണുങ്ങളും കൂടെ ഒക്കെ റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് ഇതൊരു സന്തോഷത്തിലാ നിൽക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ കാലത്തൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലേ ശങ്കരേട്ടാ? മതിയായിരുന്നല്ലേ? സത്യം, അന്നൊക്കെ എന്തായിരുന്നു. രാധികയ്ക്ക് പ്രണയത്തെ കുറിച്ച് എന്താ പറയാനുള്ള? എനിക്ക് നമ്മുടെ പത്മരാജൻ സാറിന്റെ വരികളൊക്കെ ഓർമ്മ വരുന്നത്. ഏതാ? തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങലാന്ന്. എനിക്ക് എപ്പോഴും അതിങ്ങനെ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും. ശങ്കരേട്ടൻ അത് ഓർക്കാറുണ്ടാ? എന്തേ? എന്താ? അങ്ങനെ ഒരു വിങ്ങൽ പുള്ളിയിൽ കിടക്കണുണ്ട്. ഒരു വർഷം മുമ്പുള്ള സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്കൊരു പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടമായിരുന്നാ? എന്നിട്ട് എന്തെന്ന് പറഞ്ഞില്ലേ?
പറയാൻ പറ്റിയില്ല. കണ്ട, ഇതാണ് നമ്മുടെ അന്നത്തെ കാലത്ത് ആമ്പിള്ളേരുടെ ഒരു പ്രശ്നം. ഉള്ളിൽ സ്നേഹം ഉണ്ടാവും, പക്ഷെ ഒറ്റെണ്ണങ്ങൾ പുറത്തു പറയത്തില്ല. എന്താ പറയാഞ്ഞത്? ഞാൻ തുറന്നു പറയാനായിട്ട് തുറന്നുകൊണ്ടൊക്കെ പോവും. അവളെ കാണുമ്പോ പേടിക്കും. എന്റെ ദൈവമേ, സ്റ്റേജിലൊക്കെ നിന്ന് ഘോരം പ്രസംഗിക്കുന്ന ആളല്ലേ ഇത്. അപ്പോഴൊന്നും പേടിയില്ലായിരുന്നല്ല. പിന്നെ ഒരു പെണ്ണ് മുമ്പിൽ ചെല്ലുമ്പോ എത്ര പേടി എന്താ? പ്രസംഗിക്കും പോലെ അല്ലല്ലോ ഈ പ്രണയിക്കണം. കഷ്ടമായി പോയി. തുറന്നങ്ങ് പറയായിരുന്നില്ലേ? ഇഷ്ടമല്ലെങ്കിൽ പിന്നെ പോട്ടേന്ന് വെക്കായിരുന്നു. തുറക്കണമെന്നുണ്ട്, ആ, പക്ഷെ പറ്റണില്ല. ഇനിയിപ്പോ തുറന്നിട്ട് എന്താ കാര്യം? ഇത്രയും വർഷമായി, ഇനിയിപ്പോ എവിടെ പോയി തുറക്കാൻ? നിങ്ങൾ ചുമ്മാ വളവള പറഞ്ഞ് അത് നശിപ്പിക്കരുത്. എന്റെ പെങ്ങളെ ഉള്ളത് തുറന്ന് പറയാം. ഇവൻ പ്രേമിച്ചിരുന്ന ഇവിടെ അങ്ങോട്ട് ഇവൻ പ്രേമിച്ചിരുന്ന പെണ്ണെന്നറിയാം. ആര്? നിങ്ങൾ തന്നെ. ഞാനോ? നിങ്ങളെ കുട്ടിക്കാലം പോലെ അവന് പ്രേമമായിരുന്നു. ശങ്കരേട്ടാ, അയ്യോ രാധികേ, ഞാൻ അത് അന്നത്തെ പ്രണയം. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇല്ല ഉണ്ട്, 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 ഉണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. അന്നെന്താ പറയാഞ്ഞത്? എനിക്ക് നിങ്ങൾ എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ? സത്യമായിട്ടും ഞാൻ എന്റെ ഹൃദയത്തിലാ കൊണ്ട് നടന്നത്. രാധികയ്ക്ക് എന്നോടത് തുറന്ന് പറയാൻ പാടില്ല. തുറന്ന് പറയാനായിട്ട് ഞാൻ പല പ്രാവശ്യം വന്നതാ. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ശങ്കരേട്ടൻ ആദ്യം പറയട്ടെ എന്ന്. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ രാധിക ആദ്യം പറയണ്ടേ? ഓടുന്നു. അല്ലെങ്കിൽ മലയാളികളൊക്കെ പൊട്ടന്മാരാ. എല്ലാ സ്നേഹവും ഉള്ളിൽ വെക്കും, ആരും ഒന്നും പറയത്തില്ല. ഇനിയും സമയമുണ്ടല്ലോ. ഹലോ, കലാതിലകും കലാപ്രതിഭയും കൂടി ഇവിടെ എന്താ? ഇതാണോ മക്കള്? ഇങ്ങോട്ട് വന്നേ. മര്യാദക്ക് അന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇതുങ്ങളുടെ രണ്ടുപേരുടെ അമ്മയായിട്ട് ഞാൻ ഇവിടെ നിക്കത്തില്ലായിരുന്നോ? ഇനിയും സമയമുണ്ട്. ഓടുന്നു, ഇനി സമയമുണ്ട്. അച്ഛാ, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. അനിയത്തി, എനിക്ക് തോന്നണേ ആന്റി അച്ഛന്റെ പഴയ ക്രഷാണ്. ക്രഷ് എന്ന് പറഞ്ഞാലേ നമ്മൾ അന്നത്തെ കാലത്ത് പറയത്തില്ലേ അസ്ഥിക്ക് പിടിച്ച പ്രേമോന്നൊക്കെ, അതിന് ഇപ്പോഴത്തെ പിള്ളേര് പറയുന്ന പേരാ ക്രഷ് എന്ന്. അല്ല, അയ്യ അങ്ങനെയൊന്നുമില്ല. സീരിയൽ കില്ലർ എന്തായി? സീരിയൽ കില്ലറാ? അത് പറഞ്ഞോളൂ, പറഞ്ഞോളൂ. സീരിയൽ കില്ലർ? അതെ, സീരിയൽ കില്ലർ. എന്ത് എന്ത് കടന്നു? രാധിക, ഇവനെ പോലുള്ള മലയാള പ്രശ്നം. ഈ വേലൻസിലേക്ക് പ്രേമിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന ശല്യം ആദ്യം ഒരു റൗണ്ട് അടി കൊടുത്ത് വിട്ടതാണ്. വീണ്ടും വന്നിരിക്കണം. ഓഹോ, അപ്പൊ ഇവനെ പേടിച്ചാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എന്താ നിനക്ക് കാര്യം? എന്താണ് നിന്റെ പേരെന്താടാ? എന്താ നിന്റെ ജോലി? അച്ഛന്റെ കാര്യമാണോ ചോദിച്ചത്? നിന്റെ കാര്യമല്ലേ ചോദിച്ചത്? എടാ, അമ്മയുടെ കാര്യമാണോ ചോദിച്ചത്? നിന്റെ കാര്യമല്ലേ ചോദിച്ചത്? ഓ, അപ്പൊ കള്ളത്തീറ്റി. ഇന്ന് എനിക്ക് പ്രേമിക്കാം. നിങ്ങളെ ഇളയ മോളുമായിട്ട് എനിക്ക് ഘോരം ഇഷ്ടമാണ്, അവക്കും ഇഷ്ടമാണ്. ഇല്ലേ? എനിക്കിഷ്ടൊന്നുമില്ല. ഇല്ല, എനിക്കിഷ്ടൊന്നുമില്ല. നീ എന്നെ കണ്ടിട്ടില്ലേ അതിന് മുമ്പ്? കണ്ടിട്ടുണ്ട്. ആ, ചിരിച്ചിട്ടില്ലേ? ജംഗ്ഷനിൽ വെച്ച് കാണുമ്പോ ചിരിക്കും. അത്ര തന്നെ ഉള്ളു മോളെ. അത് മതി. എനിക്ക് ചിരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആത്മാർത്ഥ പ്രേമം ഉണ്ടാവും. എടാ, ഒരു പെണ്ണ് ചിരിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോഴേ നിനക്ക് പ്രേമാന്ന് കരുതിയാ നീ? നാളുണ്ടാടാ നിനക്ക്? ഓഹോ, ഇത് ബ്രെയിൻ വാഷ്. ഇത് അവളെ ബ്രെയിൻ വാഷ് ചെയ്തത്. അപ്പൊ നിനക്ക് ഇഷ്ടമല്ല? എനിക്ക് ഇഷ്ടമല്ല. ഈ പാടി എന്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും. ഞാൻ ആസിട്ടല്ലേ? കുട്ടാങ്കടവ് തോട്ടിലെ വെള്ളമാണ് ആസിട്ടല്ലേ? പെണ്ണുങ്ങൾ ഇഷ്ടമല്ലെന്ന് പറയുമ്പോ ഞാൻ കുണ്ടാങ്കടവ് തോട്ടിൽ നിന്ന് വെള്ളം കോരി മുഖത്തൊഴിക്കും പറയും. അപ്പൊ ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെയാണ് ഞാൻ റാട്ടടിച്ച് പോണത്. വിവരം കെട്ടവനെ, ഈ പ്രണയം എന്ന് പറഞ്ഞത് ഇങ്ങനെ പിടിച്ചു വാങ്ങാനുള്ളതല്ല. അത് രണ്ട് മനസ്സുകളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട സാധനമാണ്. അല്ലേ രാധിക? തീർച്ചയായിട്ടും. അത് മാമൻ പറഞ്ഞ കറക്റ്റ് കാര്യം. അനിയത്തിക്ക് വേണ്ടെങ്കിൽ വേണ്ട, ചേട്ടത്തിക്ക് എങ്ങനെ? എന്തൊരു ജന്മങ്ങളാന്നറിയത്. ഇതൊക്കെയാണ് പ്രശ്നം. ഇതൊക്കെ കൊണ്ടാ ഞാൻ ഈ പിള്ളേര് കോളേജിൽ പോണ്ടെന്ന് പറഞ്ഞ. വേണ്ട. ഇന്നത്തെ ദിവസം എന്റെ മക്കള് കോളേജിൽ പോണ്ട പറയണൊക്കെ രണ്ടുപേരും അന്ന് പോണ്ട. എന്റെ ശങ്കരേട്ടൻ എന്ത് വിവരക്കേടാ പറയുന്നത്? ഈ പിള്ളേര് കോളേജിൽ പോണ്ടേ? ഇത് നിങ്ങൾ എത്ര നാളെ ഈ വീട്ടിൽ പിടിച്ചു വെക്കും? ഇനി ആരും ഇവരെ ശല്യപ്പെടുത്താനൊന്നും വരത്തില്ല. വരുന്നാ തന്നെ ഞങ്ങളൊക്കെ ഇല്ലേ? പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയൊക്കെ ഇവർക്ക് ആയിട്ടുണ്ട്. മര്യാദക്ക് ഇവരെ പറഞ്ഞ് കോളേജിൽ വിട്. മക്കള് പോ, ചെല്ല്. പിന്നെ എന്റെ മക്കള് കോളേജിൽ പോക്കോ. പക്ഷെ ഒരു കാര്യം അച്ഛൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ചുറ്റും ചതിക്കുഴികളാ. പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പോവാൻ. ജീവിതം ഒരിക്കലേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലത് നോക്കി തിരഞ്ഞെടുക്കും. അതെ, ശരി അച്ഛാ. പോയിട്ടെ. ഞാൻ കൊണ്ടാക്കിട്ട് വരാം. ഞാൻ കൂടെ വിടാം. അച്ഛാ, ആന്റി, ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ സോൾവ് ആയില്ലേ? ഞാനങ്ങോട്ട് പൊക്കോട്ടെ. രാധിക, ഒരു നിമിഷം. എന്ത്? ഹാപ്പി വാലന്റൈൻസ് ഡേ. അയ്യൊരു ചെമ്പരത്തി പോവാ. തൽക്കാലം ഇതേ ഉള്ളു. താങ്ക് യു.